ഇന്നു മുതൽ അധികവും നിങ്ങൾ ചെല്ലണ്ട, അധികം ചൊല്ലാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് ചൊല്ലും പോലെ പറയാൻ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ലാ ഹവല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മുടങ്ങൂല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ, നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടല്ലോ, അങ്ങനെ ഉള്ളവരവിടെ ഇരിക്കുന്നവർ മുഴുവനും അങ്ങനെ മാറണമെന്ന് ആഗ്രഹമുള്ളവർ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈവർത്തി നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇത് ഓതാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ 1-2 മണിക്കൂർ ഇവിടെ ഇങ്ങനെ വന്നിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാനങ്ങ് പോയി, നിങ്ങളുടെ പോക്കിനും പോയി പറ്റൂല. ഈ നമ്മുടെ ജീവിതത്തിന് എന്നേക്കുമായിട്ടുള്ള ഒരു നല്ലൊരു മുതൽക്കൂട്ടാകണം പടച്ച റബ്ബേ. ഈ കൈ ഉയർത്തിയവർക്ക് മുഴുവനും നാളെ സ്വർഗീയ ലോകത്തിലേക്ക് ഇതുമായി കടന്നു വരാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയിട്ടുണ്ട്. എന്ന് ചൊല്ലിയിട്ട് അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സാദിഖുൽ ബഅദിയ എന്ന് പറയുന്നൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബിയുടെ 7 പരീക്ഷണം, അള്ളാഹ് കൊടുത്ത 7 പരീക്ഷണങ്ങൾക്കും പരിഹാരം കണ്ടത് ഈ ഉള്ള ഒറ്റ ദുആയിലൂടെയാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അള്ളാഹു തആല ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും പരീക്ഷണങ്ങൾ, വല്ലാത്ത നൊമ്പരങ്ങൾ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ പടച്ച റബ്ബി സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട്, ലാ ഹൗലയുടെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബി എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പോൾ അള്ളാഹു മക്കൾക്ക് രോഗം തന്നിട്ട് പരീക്ഷിക്കും. അപ്പോഴൊക്കെ പരിഹാരം നമുക്ക് ഈ ഒരൊറ്റ ദുആയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ പടച്ച റബ്ബ് മാറ്റണോ, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹിലേക്ക് കരഞ്ഞാൽ മതി, അത് മതി. ഇനി പറയാൻ അള്ളാഹു നിങ്ങളെ വേറൊരു പരീക്ഷണം പരീക്ഷിക്കും. അവിടെ നിന്ന് ഈ 2 ചെറുപ്പക്കാർ ചോദിച്ചു, അല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ, അപ്പം മക്കളെ കൊണ്ട് മാത്രമല്ലല്ലേ, പിന്നെ ചോദിച്ചാരാണ്? അത് നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ബാപ്പയുമാണ്. അവരെ വയസ്സായി നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു തആല എത്തിച്ചു തരും. അത് ഏറ്റവും വലിയ പരീക്ഷണമാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി, എത്ര നിസ്കരിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര സ്വതക കൊടുത്താലും, എത്ര സക്കാത്ത് കൊടുത്താലും അവരുടെ പൊരുത്തല്ലേ അള്ളാഹ്ക്ക് വേണ്ടെന്ന് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. വെറുതെ പറയല്ല കേട്ടോ, അത് വെറുതെ പറയല്ല, മനസ്സിരുത്തിയെന്ന് കേട്ടോളൂ നിങ്ങൾ. അതൊരു പരീക്ഷണം തന്നെ. മാതാവും പിതാവും നമ്മളെ ചെറുപ്പകാലത്ത് നോക്കി, നമ്മളവരെ നോക്കുന്നുണ്ടെന്ന് പടച്ചോൻ്റെ പരീക്ഷണം. അള്ളാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല മൂസ നബിയെ, നിങ്ങൾ, അതായത് ഏതൊരു മകൻ അവൻ്റെ ബാപ്പയോട്, അവൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നോ, എങ്ങനെ അവരെ നോക്കുന്നോ, എങ്ങനെ അവർക്ക് വെള്ളം കൊടുക്കുന്നോ, അങ്ങനത്തെ ഒരു മകനെ ഞാൻ അവർക്ക് കൊടുക്കും. ഇനി അവൻ്റെ ബാപ്പയെ ചീത്ത വിളിച്ചാൽ, അവൻ്റെ ഉമ്മയെ ചീത്ത വിളിച്ചാൽ, അവരോട് സ്നേഹമില്ലാണ്ടായാൽ അങ്ങനത്തെ ഒരു മകനെ ഞാൻ അവനിക്ക് കൊടുക്കും നബിയെ എന്ന് പറഞ്ഞത് അള്ളാഹുവാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇല്ലേ, പറയല്ലേ, എത്ര അത് ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടോ സ്വർഗം? വല്ലാത്തൊരു സന്തോഷമാണല്ലോ. ആ ഒരു സന്തോഷം ഒരു പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്. നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മാക്കൊരു പക്ഷേ കാല് തളർന്നിട്ടുണ്ടാകാ, കൈ തളർന്നിട്ടുണ്ടാകാ, അവര് കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടാകാ. എന്നാലും വല്ലാഹി ഒരക്ഷരം മിണ്ടല്ലേ, അത് മിണ്ടിയാൽ നമ്മുടെ കഥ വല്ലാത്ത കഥയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം ഒന്ന് കടന്നു വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാ ഇവിടെ നമ്മൾ പരിപാടി ആരംഭിച്ചിട്ട് 1:20 മണിക്കൂർ കഴിഞ്ഞു. തുച്ഛമായ മിനിറ്റുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ തയ്യാറുമല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കെടുത്ത് വെച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, നിസ്കാരം സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, സക്കാത്ത് സ്വീകരിക്കണോ, സ്വതക്ക സ്വീകരിക്കണോ, അവരുടെ പൊരുത്തം വേണമെന്നാണ്. എന്തിനാണ് ഒരു സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാ, വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സല്ലൈതു സ്വലവാത്തൽ ഖംസ് വഅദ്ദൈതു സക്കാ വസുംതു റമളാന വഖുംതു ലയാലിയ മമ്മാ തആല ഹദാ യാ റസൂലല്ലാഹ്. ആ
ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കടന്നു വരികയോ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരൊന്ന് മനസ്സ് കൊടുക്കുക, ഇവിടെ ഇരിക്കുന്ന ഉപ്പമാരൊന്ന് മനസ്സ് കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലൈതു സലവാത്തുൽ ഖംസ്, ഒരു വഖത്തും ഞാൻ മുടക്കിയിട്ടില്ല. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഇശാ നിസ്കരിച്ചവരെ, മഗ്രിബ് നിസ്കരിച്ചവരെ, സുബ്ഹ് നിസ്കരിച്ചവരെ, ഈ സ്വഹാബി അവിടെ നിന്ന് പറയാണ്, റസൂലല്ലാഹ് ഒരു വഖത്തും ഞാൻ മുടക്കിയിട്ടില്ല. നല്ലതുപോലെ കടന്നു പോവുകയാണ്. എന്റെ സ്വത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വീട്ടുന്നുണ്ട് നബിയേ. വസുംദു റമളാന, പടച്ചവന്റെ പരിശുദ്ധமான റമളാൻ എന്ന് കടന്നു വന്നാൽ നല്ലതുപോലെ നല്ലതുപോലെ നോമ്പ് നോറ്റി വീട്ടാറുണ്ടല്ലോ. അങ്ങനെ സന്തോഷത്തോടെ കടന്നു പോകുന്നുണ്ട് നബിയേ. അതും കഴിഞ്ഞിട്ടില്ല. പാതിരാത്രിയായാലും നോമ്പ് നോറ്റ ക്ഷീണമൊന്ന് മാറണ്ട. പടച്ചവന്റെ പള്ളിയിലേക്ക് ഞാനന്ന് ഓടിപ്പോവുകയാ. അവിടെ ചെന്നുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ, അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടെ ഞാനന്ന് നോമ്പ് നോറ്റുകൊണ്ട് നിസ്കരിക്കുകയാണ്. അങ്ങനെല്ലാം കഴിയുന്നുണ്ട്. പിന്നെയോ വഖുംദുലയാലിയ, നിസ്കരിക്കുന്നുണ്ട്. രാത്രി ഞാൻ അവിടെ ഇത്തികാഫിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ പുറത്തൊന്ന് ഞാൻ മരിച്ചു പോയാലോ? കാത് തുറന്നെന്ന് കേൾക്കണം എന്റെ ചെറുപ്പക്കാരാ. പരിശുദ്ധமான റമളാൻ എന്ന് കടന്നു വരുമ്പോ വാട്സപ്പ് ഓഫാക്കി, ഫേസ്ബുക്ക് ഓഫാക്കിയിട്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരാ. ഇവിടെ ഏതോ പറയുന്നു, നബിയെ ഒരു വഖത്ത് മുടക്കൂല്ല, ഒരു നോമ്പ് മുടക്കൂല്ല, ഒരു സക്കാത്ത് മുടക്കൂല്ല. ഇങ്ങനെ മരിച്ചാൽ എന്റെ വാസസ്ഥലം എവിടെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ കിടക്കുന്ന, അബൂബക്കർ കിടക്കുന്ന, ഉസ്മാൻ കിടക്കുന്ന സ്വർഗീയ ലോകമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ പനിനീരിലാണ് എന്നവിടെന്ന് പറയുമ്പോഴീ സ്വഹാബി ചിരിച്ചു പോവുകയാ. ഉടൻ തന്നെ റസൂലുള്ള പറയുന്നു, ഓ പ്രിയപ്പെട്ട സ്വഹാബാ, ദുനിയാവിന്റെ ഈ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വർഷത്തിന്റെ കഥ ഇവിടെ പറയുന്നില്ല എന്റെ ചെറുപ്പക്കാരോ, ഒരു മാസത്തിന്റെ കഥ ഇവിടെ പറയുന്നില്ല ചെറുപ്പക്കാരാ, ഒരു മണിക്കൂറിന്റെ കഥ ഇവിടെ പറയുന്നില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരൊറ്റ സെക്കൻഡിന്റെ കഥ പറയാ. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ പ്രിയപ്പെട്ട ഉമ്മയെയോ പ്രിയപ്പെട്ട ബാപ്പയെയോ നീ എന്തെങ്കിലും എന്ന് പറഞ്ഞു പോയോ? നിന്റെ നോമ്പ് പടച്ചവനിക്ക് വേണ്ട, നിന്റെ നിസ്കാരം പടച്ചവനിക്ക് വേണ്ട, നിന്റെ സ്വതക്ക പടച്ചവനിക്ക് വേണ്ട. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണത്തിന്റെ സദസ്സിൽ പോലും പ്രിയപ്പെട്ട മക്കള് ബാപ്പയോട് ഉമ്മയോട് കാണിക്കുന്ന വേദന ഓർത്തിട്ട്, നൊമ്പരമോർത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഉപ്പമാരുണ്ടാകാം, ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടാകാം. അതുകൊണ്ട് നിർത്താറായ എന്റെ ചെറുപ്പക്കാരോ, അവരോട് ചെന്നുകൊണ്ട് വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവരുടെ കാൽക്കൽ വീണുകൊണ്ട് പൊരുത്തം ചോദിച്ചു. ഇല്ലെങ്കിൽ കഴിഞ്ഞ പൊന്നുമോനെ, പടച്ചവന്റെ സ്വർഗം കണി കാണാൻ ആഗ്രഹിക്കണ്ട. ഇത്രയും നിസ്കരിച്ച് നോമ്പെടുത്തും കാര്യമില്ല. അവരുടെ അല്ലാഹ് പറയാൻ, പടച്ചോനെ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ഉമ്മ സന്തോഷിക്കണം, ഒരു ബാപ്പ സന്തോഷിക്കണം. വീട്ടിൽ പോകുമ്പോൾ എൻ്റെ മകൻ വന്നിട്ട് പൊരുത്തം ചോദിച്ചു, എന്നാൽ നമ്മുടെ വാദ് അൽഹംദുലില്ലാഹ് സ്വീകരിച്ചു ഇല്ലേ? മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി ഉറക്കെ ചൊല്ലിക്ക്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളല്ലാഹ് ഫീ റിളൽ വാലിദൈൻ, അള്ളാഹുവിന്റെ പൊരുത്തം മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപമോ ഫീ സുഖ്തിൽ വാലിദൈൻ, അതോ മാതാവിന്റെ പിതാവിന്റെ കോപത്തിലാണ് എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ അല്ലേ? വയസ്സായ ഉമ്മയും ബാപ്പയും നമ്മുടെ മുമ്പിലുണ്ടോ? അത് പരീക്ഷണാണ്. നിങ്ങളല്ല പരീക്ഷിക്കണം അവരെങ്ങനെ ചെയ്യുന്നത്. കാരണം അതറിഞ്ഞിട്ട് വേണം അള്ളാഹു നിങ്ങൾ വയസ്സാകുമ്പോൾ അതിൻ്റെ ഇരട്ടി പരീക്ഷണം നിങ്ങൾക്ക് തരാൻ. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇല്ലേ, കുടുങ്ങൂലേ? ഖുർആൻ തന്നെ അതല്ലേ പറഞ്ഞേ, വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ
وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പടച്ചവന്റെ ഖുർആൻ പറയുകയാണ്, വാപ്പയും ഉമ്മയും വയസ്സായി നിന്റെ ചാരത്തേക്ക് വരികയാ, ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫി വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലാ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പടച്ചോന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞാൽ അവർ വയസ്സായിട്ട് ഉമ്മയോ ബാപ്പയോ അല്ലെങ്കിൽ അവർ രണ്ടിൽ ഒരാളോ നിന്റെ ചാരത്തെത്തിയാൽ മോനെ അവർ പലതും കാണിച്ചേക്കാം, പലതും നിന്നെ ചീത്ത വിളിച്ചേക്കാം, നിന്നെ കളിയാക്കിയേക്കാം. ഏയ് ഒന്നും മിണ്ടിയേക്കല്ലേ. ഖുർആൻ പറയാ ഒന്നും മിണ്ടല്ലേ. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. ഖുർആൻ പറയാണ്, അള്ളാഹനെ ആരാധിക്കണം, അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് അവിടുന്ന് അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞിട്ട് ഏറ്റവും വലിയ ജഡ്ജി അല്ലല്ലേ, ആ റബ്ബ് പറഞ്ഞിട്ട് പറയാൻ മാതാപിതാക്കൾക്ക് വേണ്ടി സേവനം ചെയ്യണം, നന്മ ചെയ്യണമെന്ന്, എങ്കിലേ ഇബാദത്ത് സ്വീകരിക്കൂന്ന് ഖുർആൻ പറയാൻ. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അറക്കൊന്ന് പറഞ്ഞോളൂ ഇപ്പമാരെ, ഈ സദസ്സ് അതിന് പറ്റിയ സദസ്സൻ അള്ളാഹുവെ അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മളിനെ ഉൾപ്പെടുത്തണേ പടച്ചോനെ, ഇല്ലെങ്കിൽ കുടുങ്ങിയില്ലേ. എത്ര ആളുകളാ, എത്ര ഉമ്മമാരെ കരയണത്, എത്ര ബാപ്പമാരാ മക്കളുടെ പീഡനം ഓർത്തുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോകുന്നത് ഇല്ലേ. ഒരു ഉമ്മയും ബാപ്പയും തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ വല്ലതും നമ്മുടെ കയ്യിലുണ്ടില്ല. മനസ്സപ്പോവാടി ഉള്ളിൽ നിറയുന്ന മാണിക്കച്ചപ്പല്ലോ സ്നേഹത്തിന് എന്നുമ്മ, സൗഭാഗ്യ പൂമോക്കമ കണ്ടാലെന്നുള്ളത്തിൽ സന്തോഷ പൂമാല എന്നെ മൂടുന്നല്ലോ. അമ്മിഞ്ഞ പാൽ തന്ന് അക്ഷരമതു തന്ന് ഉറുമ്പരിക്കാതെന്നെ പോറ്റിയ പൊന്നുമ്മ, ഉമ്മാന്റെ ചോട്ടില സ്വർഗമാതെന്നതാ മുസ്തഫ തങ്ങളും നന്നായി പറഞ്ഞതാ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട പൊന്നുമകനെ വിളിക്കുകയാണ്, പ്രിയപ്പെട്ട പൊന്നുമകനെ, ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിന്റെ സ്വർഗമൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ആ സമയത്ത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ പറയുകയാണ്, ഉപ്പാ ഞാൻ കൊണ്ടുവരാൻ തയ്യാറാണ്. കൊണ്ടുവരൂല എന്നല്ല പറഞ്ഞത്, ഉപ്പാ ഞാൻ കൊണ്ടുവരാൻ തയ്യാറാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സന്തോഷത്തോടെ ഓടുകയാണ്. എവിടേക്കാ ഓടിയതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അടുക്കളയിലാണ്. ആ ഉമ്മയുടെ ചാരത്തേക്കൊന്ന് ചെന്നിട്ട് പറയുന്നു, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ കാൽപാദം എനിക്കൊന്ന് പൊക്കിത്തരുവോ എന്ന് ചോദിക്കുമ്പോഴേ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ കാൽപാദം ഒന്ന് പൊക്കിക്കൊടുക്കുമ്പോ ഒരു തുണി വിരിച്ചിട്ട് ആ തുണിയിൽ നിന്ന് മകൻ ഇങ്ങനെ ഉമ്മാന്റെ കാൽപാദത്തിൽ പറ്റിയിരുന്ന പൊടി മണ്ണവിടന്ന് കുടഞ്ഞെടുക്കുകയാണ്. അതാ കൊണ്ടുപോകുന്നത് എവിടെ? പ്രിയപ്പെട്ട ഉപ്പയുടെ ചാരത്തേക്കാട് ചെന്നുകൊണ്ട് ഉപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോ അല്ലാ
ഉപ്പ അവിടുന്നതാ സന്തോഷത്തോടു കൂടിയിട്ട് പൊതിയുന്ന തുറക്കുമ്പോ, മോനെ ഇത് പച്ച മണ്ണാണല്ലോ, ഈ മണ്ണെങ്ങനാ നിന്റെ സ്വർഗമാകുന്നു എന്ന് ചോദിക്കുമ്പോ ബുദ്ധിയുള്ള പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പാ هذا تراب من تراب الجنة. ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാണ് ഉപ്പ, ഇതെന്റെ സ്വർഗത്തിന്റെ മണ്ണാണ്. എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട പുന്നാര് ഉമ്മയുടെ കാൽപാദത്തിന്റെ അടിയിൽ പറ്റിയിരിക്കുന്ന മണ്ണാണ്, ഇതെന്റെ സ്വർഗമാണെന്ന് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുന്നാര മകനെന്ന് പറയുമ്പോ പൊന്നമകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തവിടെന്ന് സന്തോഷിപ്പിച്ചെങ്കിലോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോളെ കോളേജുകളിൽ നിന്ന് കടന്നു പോകുമ്പോ 16ഉം 17ഉം വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളെ, നിങ്ങളെ ആക്ഷേപിക്കാൻ കടന്നു വന്നവനല്ലോ, നിങ്ങളെ കഥ പറയാൻ കടന്നു വന്നവനല്ലോ, നിങ്ങളെ ചീത്ത പറയാൻ കടന്നു വന്നവനല്ലോ. അല്ലാഹുവേ, ദുനിയാവിന്റെ ഭാഗത്ത് ഓരോ സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട പിതാക്കന്മാര് വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോവുകയാ. ഒരു മാസത്തിന് മുമ്പ് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപ്പ 5 വഖത്ത് പള്ളിയിൽ വരുന്ന ഒരുപ്പ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ, കല്യാണം ആലോചിച്ചു വെച്ചിരുന്ന പൊന്നുമോളാണ്, അവൾക്കതാ മറ്റൊരുത്തരുമായ പ്രേമമാണ് ഉസ്താദേ, ദുആ ചെയ്യണം എന്റെ പൊന്നുമോളെന്ന് മാറോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിലോ, ഇവിടെ ഇരിക്കുന്ന 17ഉം 16ഉം വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോളെ, ഇന്നതാ നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു വന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങളെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാ വളർത്തുന്നത്, ഒരുപാട് സങ്കടപ്പെട്ടാ വളർത്തുന്നത്. ദുനിയാവിന്റെ പുറത്ത് വാരാദ്യ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, അല്ലാഹുവേ, 16 വയസ്സുള്ള 17 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോ വാവിട്ടുകൊണ്ട് കരയുന്ന ബാപ്പാന്റെ വാർത്ത കാണുമ്പോ വാവിട്ടുകൊണ്ട് കരയുന്നൊരു ഭ്രാന്തിയെ പോലെ നിലവിളിച്ചുകൊണ്ട് കരയുന്ന 16 കൊല്ലം 17 കൊല്ലം 18 കൊല്ലം പൊന്നുമോളെ, നിന്നെ പോറ്റി വളർത്തിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമ്മ കരയുമ്പോ, ഇനിയും എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, നമ്മൾ കണ്ടുപോയതുപോലെ ഒരു ഉമ്മാന്റെ കണ്ണുനീര് വീഴാൻ പാടില്ല. ഈ സദസ്സിൽ നിന്ന് പോകുമ്പോ നിറന്ന ഈമാനോടുകൂടി, അല്ലാ, എന്നെപ്പോലെ തൊലിവിളപ്പുള്ള, എന്നെപ്പോലെ ശരീരത്തിന് ഒരുപാട് വർണ്ണനയുള്ള എത്രയോ പ്രിയപ്പെട്ട പൊന്നു പെങ്ങന്മാർ റെയിൽവേ ട്രാക്കിന്റെ ഉള്ളിൽ കൊന്നുതള്ളുമ്പോ, വേശ്യാലയങ്ങളുടെ ഉള്ളിലേക്കൊന്നുകൊണ്ട് കടത്തിവിടുമ്പോ, അല്ലോ, 1 മാസത്തെ 2 മാസത്തെ നൈമിഷികമായ സുഖാഡംബരത്തിന്റെ പിന്നിലൂടെ മറ്റുള്ളവന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ, പൊന്നുമോളെ, വിദേശ രാജ്യത്ത് കിടന്നുകൊണ്ട് പാടുപെട്ട ഉപ്പാന മറന്നു, ഇവിടെ കിടന്നുകൊണ്ട് പാറ ചുമന്നു പോയ പ്രിയപ്പെട്ട ഉപ്പാന മറന്നു. വിദേശത്തുള്ള പ്രിയപ്പെട്ട ഉപ്പ അവിടുന്ന് 1 റിയാലൊന്ന് കിട്ടിയാൽ അത് മാറ്റിവെക്കുകയാണ്. അതാ സൂര്യന്റെ ചൂടേറ്റ് പഴുത്ത് കിടക്കുന്ന മണൽപ്പരപ്പുണ്ടല്ലോ, അതിലൂടെ പ്രിയപ്പെട്ട ഉപ്പ കടന്നു പോകുമ്പോ ആ 1 റിയാലെടുത്തിട്ട് വെള്ളം കുടിക്കാത്തത് എന്തിനാണ്? വളർന്നു വരുന്ന 14 വയസ്സുള്ള 16 വയസ്സുള്ള എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ അവൾ വളർന്നു വരികയാണ്. ഇത് മാറ്റിവെച്ചാൽ അവൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നിന്റെ ഉപ്പ നിന്നെ പഠിപ്പിക്കാൻ, നിനക്കൊരു കമ്മൽ മേടിക്കാൻ, നിനക്കൊരു മാല മേടിക്കാൻ, നിനക്കൊരു വള മേടിക്കാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഉപ്പമാർ എത്രയോ കഷ്ടപ്പെട്ട് പൊന്നുമോളെ നിനക്ക് പറ്റോ? ഇന്നത്തെ ഈ സദസ്സിൽ വെച്ചുകൊണ്ടല്ലോ ഇന്നിവിടെ കടന്നു വന്ന് എന്റെ ഉപ്പാന്റെ 1 തുള്ളി കണ്ണുനീര് ഞാൻ കാരണം വീഴൂലല്ലോ എന്ന് പറഞ്ഞ് ഈമാനികമായ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ സദസ്സിന് പിരിഞ്ഞു പോയാൽ എന്റെ കുഞ്ഞു പെങ്ങന്മാരോട് പറഞ്ഞു പോവുകയോ, നിനക്ക് മരിക്കുമ്പോ റബ്ബിന്റെ പൊരുത്തത്തോടെ മരിക്കാ, റസൂലുള്ളാന്റെ പൊരുത്തത്തോടെ മരിക്കാ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തത്തോടെ മരിക്കാ. ഇല്ലെങ്കിലോ ആർക്കും വേണ്ടാത്ത 4 കാലുകളെക്കാൾ അതപ്പതനത്തിന്റെ കടാവിളക്കിൽ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയ
വലിച്ചെറിയുന്ന വേസ്റ്റുകളായിട്ട് മാറിപ്പോകാതിരിക്കാൻ ദാരിമിക്കന്റെ പെങ്ങളെ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, സ്നേഹത്തോടെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ രണ്ട് വീട്ടിലും നമുക്ക് വിജയിക്കണോ? മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വേണമെന്ന് പറഞ്ഞു പോകുമ്പോ ലുക്മാൻ ലക്കീം തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ പറഞ്ഞു പോയത്, ഉപ്പാ ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഞാൻ എന്റെ സ്വർഗം കൊണ്ടുവന്നത് അതെന്റെ ഉമ്മാന്റെ കാൽപാദത്തിൽ പറ്റിയിരുന്ന മണ്ണാണെന്ന് പറയുമ്പോ എന്റെ പെങ്ങളെ നമുക്കും അവരുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയാനുള്ള മനസ്സുണ്ടായാൽ വിജയിച്ചു മോളെ. ഇത് പറഞ്ഞു പോയത് ആരെന്നറിയോ? ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ. ഇത് ഷമീർ ദാരിമിക്ക് വാളിൻ്റെ ആവേശത്തിനോ കൊഴുപ്പിനോ വേണ്ടിയിട്ട് പറയണതല്ലത്, മനസ്സ് പൊട്ടിയിട്ട് പറയാണ്. ഓരോ സ്ഥലത്ത് വാളിൻ്റെ പോകുമ്പോൾ ഈ തൊട്ടടുത്ത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഉപ്പാൻ്റെ കണ്ണീര് ഞാൻ കണ്ടതാണ്. അത് പക്ഷേ അത് പക്ഷെ പരസ്യമൊന്നും ആയിട്ടില്ല. ഒരു ഉപ്പ കരയാണ്. എന്ത് കരച്ചില്ല റബ്ബേ. പടച്ച റബ്ബ് ഉപ്പാക്ക് സമാധാനം കൊടുക്കട്ടെ. മനസ്സറിഞ്ഞ് പറയും അള്ളാഹു ഒന്നും നിങ്ങളൊന്ന് ഉറക്കെ പറയും, നിങ്ങളുടെ മക്കളങ്ങനെ പോവാതെ നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞാൽ മതി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ. പടച്ച റബ്ബേ, ഇവിടെ ഇരിക്കുന്ന ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും അങ്ങനത്തെ ഒരു വാക്ക് പടച്ച റബ്ബേ അവരുടെ കാതുകളിലേക്ക് നീ എത്തിക്കല്ല റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുക്കളായ മക്കളാക്കി നീ മാറ്റണേ പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എത്ര പെട്ടെന്ന് സമയം പോയി. അതുകൊണ്ട് അള്ളാഹു തരുന്ന പരീക്ഷയാണ്. വയസ്സായ ഉമ്മയും ബാപ്പയും വീട്ടിലുള്ള ഉമ്മയും ബാപ്പയും അവരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥ. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വാളു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കഥ, അത് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട 2-3 യുവാക്കൾ എന്നെ ഇവിടെ എനിക്ക് പരിപാടിയാണെന്നറിഞ്ഞപ്പോൾ നിരന്തരമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്ന് നിങ്ങൾ ഏതായാലും ഇവിടെ വരുമ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ എല്ലാവരും കേട്ടതാണ്, യൂട്യൂബിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ അത് കേട്ടതാണ്. അപ്പോഴും പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അവിടെ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യുവാക്കൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഒരു 10-20 യുവാക്കൾ ഇവിടെ വന്നിട്ട് അത് കേൾക്കണമെന്നുള്ളൊരാഗ്രഹം. അതുകൊണ്ട് ഞാൻ ചെറിയ സംഭവം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതൊരു അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം വരാൻ പടച്ച റബ്ബ് നമ്മളെ കബൂലാക്കട്ടെ. ഇപ്പോൾ ഒരു അരമണിക്കൂറായി, ഒരു 10 സലാത്താറുണ്ട്. 10 വേണ്ട, ഒരൊറ്റ സലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, ഈ സ്വലാത്ത് ആയിരക്കണക്കായി ഞങ്ങൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് ഞങ്ങളുടെ ഖൽബിൻ്റെ പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ ഇരിക്കുന്ന മുഴുവൻ മുഖങ്ങളും കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ദുആ ഉൾപ്പെടെ ഒരു അരമണിക്കൂറിനില്ല, ഒരു 10-20-25 മിനിറ്റോടെ നിങ്ങൾ ഇരിക്കൂലേ? ഇരിക്കാന്നുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല കബൂലാക്കട്ടെ. വേണമെങ്കിൽ കുറേ കൂടെ പറയാം, പക്ഷേ നാളെ നിങ്ങൾക്ക് വാളുണ്ടല്ലോ. അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കരുത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉമ്മാനെ ബാപ്പാനെയൊക്കെ വെറുപ്പിച്ചാൽ അതൊരു പരീക്ഷണം തന്നെയാണ്. അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ നമുക്ക് ഉണ്ടാവില്ല. എന്തിന്? ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങിയാൽ ഞാനിവിടെ എത്തും വരെ എൻ്റെ ഉമ്മ വിളിക്കും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടുവന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഉമ്മ ഇവിടെ എത്തും വരെ വിളിച്ചു. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ ഉമ്മ എന്ന് വെച്ചാൽ അത്ര സ്നേഹമാണ് ഇല്ലേ? ഇന്ന് വല്ലാഹി ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ പരിപാടി ഇപ്പം നാളെ ആക്കി വെച്ചേക്കായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇന്നാണ് പരിപാടി. ഇന്ന് സുബ്ഹാനല്ലാഹ് കേട്ടപാട് എത്ര പെട്ടെന്ന് ഭക്ഷണം തുമ്പി കിട്ടിയ പടച്ച റബ്ബ് നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒക്കെ പറയും വിട പറഞ്ഞു പോയവരുടെ ഖബറുകൾ പടച്ച റബ്ബ് സ്വർഗ്ഗമായി കൊടുക്കട്ടെ. ഒരു ഉമ്മാൻ്റെ കഥ ഞാൻ പറയട്ടെ ഇൻഷാ അല്ലാഹ് പറയട്ടെ. അല്ലാഹു തആല നമുക്ക് കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അത്ര സ്നേഹം നമ്മൾ എന്തൊക്കെ അവർക്ക് ചെയ്താലും ഒരു തുള്ളി അമ്മിഞ്ഞ പാലിന് പകരം കൊടുക്കുക ഒന്നും ആവൂല അല്ലേ? ഒരുപാട് കഥകളുണ്ട്. പക്ഷേ എവിടെ ഇത് ഏത് പറഞ്ഞറിയാം. എന്നാൽ ഒന്ന് പറയാൻ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ അതിനുവേണ്ടി വന്നിട്ടുള്ളവരുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒരു ഉമ്മ നമ്മളിങ്ങനെ വാതിന് പോണ സമയത്ത് ഒരു ഉമ്മയും ഒരു മകൻ ഒരു വണ്ടിയിലുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് വന്നു. നമ്മുടെ വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിന് അവർ വരാൻ.
ഭയങ്കര സ്പീഡ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആളോട് പറഞ്ഞു അവർ കയറി പൊക്കോട്ടെ, അവർക്ക് എന്തൊരാവശ്യമുള്ളവരാ. അങ്ങനെ പോയി അവർ വളരെ പെട്ടെന്ന് പോയിട്ട് നേരെ നമ്മുടെ വാഹനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് വണ്ടി ചവിട്ടി നിർത്തി. അതിൽപ്പെട്ട് ഒരു 2-3 ചെറുപ്പക്കാർ പെട്ടെന്ന് ഇറങ്ങി വന്നു. അവരിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളെ കാണാൻ ഒരു യുവാവ് കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വരാൻ പറയും, പെട്ടെന്ന് വരാൻ പറയും എന്ന് പറഞ്ഞു. അവർ വന്നു. അപ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഉസ്താദെ ഇന്ന് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാൻ, ഏതായാലും ഇന്ന് നിങ്ങൾ പറഞ്ഞു ഉമ്മ സ്വർഗീയ പൂന്തട്ടെന്നുള്ള വിഷയം, അവിടത്തേക്ക് ഞങ്ങളും വരാൻ, എൻ്റെ ഉമ്മയും ഈ വണ്ടിക്കകത്തുണ്ട്, അതുകൊണ്ട് ഉസ്താദ് ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇപ്പോൾ ദുആ ചെയ്യണം, എനിക്ക് കുറച്ച് 5 മിനിറ്റ് ഉസ്താദ് എനിക്ക് സമയം തരണം. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടല്ലേ വരിക, എന്നാൽ അവരൊക്കെ ആ വണ്ടിക്ക് തന്നിട്ട് നിങ്ങൾ എൻ്റെ വാഹനത്തിൽ കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ വാഹനത്തിൻ്റെ ഉള്ളിൽ കയറി. എന്തിനത് പറയണമെന്നറിയോ? ഒരനുഭവം പറയണം, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പാടാണ്. അവരെ വെറുപ്പിച്ച് അല്ലാഹ് നമ്മളെ വെറുതെ വിടില്ല. അവൻ കയറി വാഹനത്തിൻ്റെ ഉള്ളിരുന്നു. അല്ലാഹുവേ വാവിട്ടുകൊണ്ടവൻ പൊട്ടിയങ്ങ് കരഞ്ഞു പോവുകയാണ്. വല്ലാതെ മനസ്സ് പൊട്ടുകയാ. കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പറയുന്ന ഉസ്താദ് എനിക്കൊരു പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ എൻ്റെ ഉമ്മാനെ നിക്കാഹ് ചെയ്തിട്ട് 10 കൊല്ലത്തിന് ശേഷം ആ ഒരു മകനുണ്ടായത്. അങ്ങനെ വിഷമത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ വളർത്തിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയതാണ്. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ അയൽവക്കത്തുള്ള വീട്ടിൽ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്തെന്നെ വളർത്തിയതാ. എൻ്റെ ഉമ്മാക്ക് അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആ വേദനയോടെ എന്നെ കൊണ്ടുപോവുകയാണ്. എൻ്റെ ഉമ്മാക്ക് കിടക്കുമ്പോ വല്ലാത്ത പ്രയാസം, ഇരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്തോരു നൊമ്പരമാണെന്നറിയോ. അല്ലാ ഞാൻ വളർന്നു വരികയാണ്. അതാ എനിക്ക് കുറച്ച് വയസ്സേ ആയിട്ടുള്ളൂ. എന്നാൽ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പോകുമ്പോ ഉമ്മാക്ക് സുഖമില്ലാത്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കുകയാണ്. അല്ലാഹുവേ അങ്ങനെ ജീവിതം സന്തോഷകരമായിട്ട് കടന്നുകൂടുകയാ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഉമ്മാക്ക് രോഗം മൂർജിക്കുകയാണ്. അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു പോവുകയാണ്. മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണല്ലോ. മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളുമൊത്തുകൊണ്ട് കളിച്ചു രമിച്ച് സുഖിച്ച് ഞാൻ കഴിഞ്ഞുകൂടുകയാ. അല്ലാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കരണ്ട് പോകുന്ന സമയത്ത് ടോയ്ലറ്റിലേക്കൊന്ന് എഴുന്നേൽക്കുകയാണ്. അവിടെ നിന്ന് പെട്ടെന്ന് മറിഞ്ഞു വീണു. 2 കാലുകളും ഒരുപോലെ ഒടിഞ്ഞു പോവുകയാ. അസ്ഥിവരുക്കത്തിന്റെ രോഗമുള്ള ഉമ്മയാണല്ലോ. അങ്ങനെ ഒടിഞ്ഞു പോകുമ്പോൾ അല്ലാഹുവേ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. 2 കാലുകളിലും പ്ലാസ്റ്റർ ഇട്ടു. എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്നുകൊണ്ട് കിടത്തുകയാണ്. ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ പറ്റൂല. ഒരാളുടെ സഹായമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എൻ്റെ ചാരത്തേക്കൊന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇക്കാ ഈ 2 മക്കളും അതുപോലെ ഞാനും നിങ്ങൾക്ക് ആവശ്യമാണല്ലോ. ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും ഈ 2 മക്കളും ഈ 2-ൽ ഒരാളെ ഇവിടെ കഴിയുകയുള്ളൂ. അതല്ലാതെ ഈ 2 പേരുമായി കഴിഞ്ഞുകൂടാൻ കഴിയില്ല. നിങ്ങളുടെ ഉമ്മാടെ മലന്മാരാരും മൂത്രമെടുക്കാരും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ ഉസ്താദേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഉമ്മാന്റെ കാലിന്റെ പ്ലാസ്റ്റർ ഒന്ന് എടുത്തു മാറ്റട്ടെ, ഉമ്മയുടെ കാലിന്റെ പ്ലാസ്റ്റർ ഒന്ന് എടുത്തു മാറ്റട്ടെ, നമുക്ക് വേറെ സ്ഥലത്തേക്കൊന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊണ്ടുപോകാൻ നമുക്ക് കുറച്ചു നേരം കൂടെ താമസിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത വിഷമത്തോടെ ഉമ്മയുടെ കാല് ശരിയാകും വരെ കാത്തിരുന്നു. എന്നിട്ട് ഉസ്താദേ എൻ്റെ ഉമ്മയോട് ഞാൻ ചെന്നിട്ട് പറയുന്നു, ഉമ്മ
നാളെ നേരം വെളുക്കുമ്പോ നമ്മളൊരു യാത്രക്ക് വേണ്ടി കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുങ്ങി തയ്യാറാകണമെന്ന് പറയുമ്പോ അല്ലാ എൻ്റെ ഉമ്മ ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ ഉമ്മാക്ക് എന്തോ ഒരു സന്തോഷമാണെന്നറിയോ? കാരണം കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഉമ്മാനെ എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഉമ്മാനെ എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ആ ഒരു വേദനയോടെ വിഷമത്തോട് കൂടിയിട്ട് എൻ്റെ ഉമ്മ കയറുകയാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ പൊന്നുമക്കളുമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മാനെ കൊണ്ടുപോയി ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോ ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ ഇന്ന് മുതൽ എൻ്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്. ഉമ്മ പറഞ്ഞ അൽഹംദുലില്ലാഹ്, എനിക്ക് കുഴപ്പമില്ല മക്കളെ. എൻ്റെ മക്കളുള്ളപ്പോ, എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളുള്ളപ്പോ എന്തിനാണ് ഉമ്മ പേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പറയുമ്പോ ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇല്ല ഇല്ല ഉമ്മ, ആരും നോക്കാൻ ഇവിടെ ഇല്ലല്ലോ. എൻ്റെ ഉമ്മ ആരും നോക്കാനില്ലാത്ത ഒരുപാട് മാതാപിതാക്കള് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലുണ്ടുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇതിൻ്റെ പേര് വൃദ്ധസദനമെന്നാണ് ഉമ്മ. അവിടെ നിന്നതാ എവിടെന്നോ എഴുത്തും വായനയും അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മ ആരോ പറഞ്ഞ വൃദ്ധസദനമാണെന്ന് കേട്ടുപോയ ഉമ്മാന്റെ കൽബൊന്ന് പൊട്ടുകയാണ്. അല്ലാഹുവേ, ബ്യാഗ് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ ഉമ്മയുമായിട്ടൊന്ന് കടന്നു പോവുകയാ. അവിടെ കൊണ്ടു ചെന്ന് ഉമ്മാനെ ആക്കുകയാണ്. അവിടെ ഇറങ്ങുമ്പോ ഞാൻ എൻ്റെ ഉമ്മാന്റെ കയ്യിലേക്ക് ബ്യാഗൊന്ന് കൊടുക്കുമ്പോ എൻ്റെ ഉമ്മ കരയുകയാ. മനസ്സ് പൊട്ടിയിട്ട് വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഞാനവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം എൻ്റെ വാഹനത്തിന്റെ ചാര വരുമ്പോ എൻ്റെ ഉമ്മ ബ്യാഗും പിടിച്ചുകൊണ്ടു നിൽക്കുന്ന രംഗമൊന്ന് കാണുമ്പോ അല്ലാഹുവേ, എൻ്റെ ചെറുപ്പകാലത്ത് നഴ്സറിയിലേക്ക് ബ്യാഗും തൂക്കിയിട്ട് എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ ഉമ്മാന്റെ പൂമുഖമുൻ്റെ മനസ്സിലേക്കൊന്ന് ഓർമ്മ വരികയാണ്. എൻ്റെ ഉമ്മ അവസാനം ചിരിക്കുകയാ. എന്തിനാണ് എൻ്റെ ഉമ്മ ചിരിക്കുന്നതെന്നറിയോ? എൻ്റെ ഉമ്മ ചിരിക്കുന്ന എന്തിനാണെന്നറിയോ? എൻ്റെ മകൻ എന്നെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണെങ്കിലോ അവൻ സങ്കടപ്പെടാൻ പാടില്ലല്ലോ, അവൻ വിഷമിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ കടന്നു പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് തുച്ഛമായ ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഉസ്താദ്. എൻ്റെ വാഹനമെടുത്തുകൊണ്ട് കടന്നു പോവുകയോ, ആ വാഹനമെടുത്തുകൊണ്ട് കടന്നു പോകുന്ന സമയത്ത് അല്ലാഹുവേ, എതിർദിശയിലൂടെ കടന്നു വന്ന വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് എൻ്റെ ബോധം തന്നെ നഷ്ടപ്പെടുകയാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ എൻ്റെ കണ്ണു തുറക്കുമ്പോഴല്ലോ എൻ്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എൻ്റെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉസ്താദ് എന്നെ എടുത്തിട്ട് എൻ്റെ ചെറുപ്പക്കാര് നിങ്ങളുടെ വാഹനത്തിൽ കൊണ്ടുവരുത്തിയത് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറയാ, എന്നെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നല്ലോ, എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുവന്നിട്ട് കിടത്തുകയാ. കുറച്ചു ദിവസം എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ നോക്കി. അവൾ എന്നിട്ട് പറഞ്ഞു, ഇക്കാ, രണ്ട് കാലില്ലാത്ത ഒരാളെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്നവിടെന്ന് മനസ്സ് പൊട്ടിയിട്ടെന്ന് പറയുമ്പോൾ ഉസ്താദേ, എൻ്റെ പ്രിയപ്പെട്ട രണ്ട് മക്കളെയും പിടിച്ച് അവളവളെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാ. കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ഒഴിക്കുകയാണ്. ഒരാളുടെ സഹായമില്ലല്ലോ, ഭക്ഷണമില്ലല്ലോ, വെള്ളമില്ലല്ലോ. അയൽവക്കത്തുള്ളൊരു ചെറുപ്പക്കാരൻ്റെ സഹായത്തോടെയാ മലമൂത്ര വിസർജനം പോലും വൃത്തിയാക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാ. ഒരു ദിവസം പാതിരാത്രി സമയത്തിന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ആരാണെന്നറിയില്ല. ആര് വന്നാലും മുറിച്ചു മാറ്റിയ കാലുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ കഴിയൂലല്ലോ.
അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവൻ കടന്നു വരുമ്പോ ആരാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത് എന്നറിയോ? ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കൈപിടിച്ചു കൊണ്ടാക്കിയത്, ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ വടിയുമിടിച്ച് പിടിച്ചെന്റെ ചാരത്ത് വരികയാണ്. ഓടി വന്നിട്ട് എന്റെ ഉമ്മ വടി വലിച്ചെറിഞ്ഞു. എന്റെ ഉമ്മ മുറിച്ചു മാറ്റി എന്റെ കാലിലേക്കൊന്ന് വീഴുകയാണ്. അല്ലാഹുവേ, എന്റെ കുഞ്ഞുമോന്റെ കാലവിടെ റബ്ബേ, എന്ത് പരീക്ഷണമാണ് റബ്ബേ നീ കൊടുത്തു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്റെ മുറിച്ചു മാറ്റിയ കാലിന്റെ ഭാഗത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവേ അറിയാതെ എന്റെ കണ്ണു നിറഞ്ഞു. ഉസ്താദ്, അന്ന് മുതൽ എന്റെ ഉമ്മാന്റെ കാല് വിറക്കുന്നുണ്ട്, എന്റെ ഉമ്മാന്റെ ചുണ്ട് വിറക്കുന്നുണ്ട്, എന്റെ ഉമ്മാന്റെ കൈകാലുകളൊക്കെ വിറയലുണ്ട്. എന്റെ പുന്നാര ഉമ്മ അടുക്കളയിലേക്ക് പോവുകയാണ് വടിയിടിച്ച് പിടിച്ചിട്ട്. അവിടെ നിന്ന് കഞ്ഞി ഉണ്ടാക്കി എന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെക്കുകയാ. കഞ്ഞി അടുപ്പത്തിട്ടിട്ട് വടിയും ഇടിച്ചു വന്ന്, ഇനി അല്ലാഹുവേ എന്റെ മലവും മൂത്രവും എൻ്റെ ഉമ്മ കയ്യിലൊരു ഉറ പോലും ധരിക്കാതെ എൻ്റെ ഉമ്മ വാരിയെടുക്കുകയാ. ഞാൻ എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നില്ലേ? മോനെ, അന്നും നീ എൻ്റെ മോനാണ്, ഇന്നും നീ എൻ്റെ മോനാ. ഉമ്മാക്കും മടിയില്ലല്ലോ, ഉമ്മാക്ക് വെറുപ്പില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ അവിടെ നിന്നതാ വാരിക്കൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി നല്ല വസ്ത്രം അവിടെ നിന്ന് പറ്റും പോലെ അലക്കിയിട്ട് എനിക്ക് കൊണ്ട് തരുന്ന ഉസ്താദ്. രാത്രി 2:30 മണി സമയത്ത് എനിക്കൊരു ഗുളികയുണ്ട് കഴിക്കാൻ. അത് ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ വേദന കൊണ്ട് പിടയും. മറ്റു ഗുളിക ഞാൻ കഴിക്കുന്ന കൊണ്ടറിയാതെ ഉറങ്ങിപ്പോകും. പാതിരാത്രിയാകുമ്പോ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഉമ്മ എൻ്റെ ഉമ്മ ഉറങ്ങിയില്ലേ? മോനെ, ഞാനങ്ങാണ് ഉറങ്ങിപ്പോയാൽ, ഈ ഗുളിക നീ കഴിക്കാതിരുന്നു പോയാൽ അല്ലാഹുവേ നേരം വെളുത്ത് നിന്റെ കണ്ണീര് കാണാ. ഈ ഉമ്മാക്ക് കഴിയൂലല്ലോ, ഈ ഉമ്മാക്ക് കഴിയൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സ് പൊട്ടിയിട്ട് എൻ്റെ ഉമ്മ അവിടെ നിന്ന് കരഞ്ഞിട്ട് എൻ്റെ മോനീ ഗുളികയൊന്ന് കഴിച്ചോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തരുമ്പോൾ ഉസ്താദേ മനസ്സ് പൊട്ടിപ്പോവുകയാ. ആ ഉമ്മ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ആ ഉമ്മയെന്ന് കാണാനൊരാഗ്രഹം. വാഹനം നിർത്തി ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ അല്ലാ, വടിയും പിടിച്ച് പിടിച്ച് ശരീരങ്ങളൊക്കെ ചൊക്കിച്ചുളിഞ്ഞ് അസ്ഥിപഞ്ജരമായ ഉമ്മ ഇരിക്കുകയാണ്. എന്നെ കണ്ടപാടെ പറഞ്ഞു, മോന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചാർക്ക് വേണ്ടിയാണുമ്മ? ഈ ഉമ്മക്ക് വേണ്ടിയാണ്. എൻ്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചുമ്മ, ഇപ്പോഴും നിങ്ങൾക്ക് മകനോട് വെറുപ്പുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞ്, മകനോട് വെറുപ്പുണ്ടായിട്ടല്ല, എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യണം. എന്തിനെന്നറിയോ? ഞാൻ ഈ ദുനിയാവിൻ്റെ പുറത്തുനിന്ന് പെട്ടെന്നങ്ങ് മരിച്ചു പോയാൽ എൻ്റെ പൊന്നുമോന് പട്ടിണിയാകുമല്ലോ. അവൻ്റെ വസ്ത്രം കഴുകാൻ ഒരാളില്ലല്ലോ, അവൻ്റെ മലമൂത്രം ഒന്നെടുത്ത് കളയാ ഒരാളില്ലല്ലോ. അതുകൊണ്ട് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു പോയെങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വയസ്സായ ഉമ്മയും ബാപ്പയും നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ട് അല്ലാഹു തരുന്നതാ. നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ അവരെ വഴക്കു പറയണ്ട, അവരെ ചീത്ത വിളിക്കണ്ട, അവരെ കുറ്റപ്പെടുത്തണ്ട. വിദേശത്തേക്ക് പോകുന്ന എത്ര ചെറുപ്പക്കാരാ ഭാര്യയോട് മക്കളോട് സലാം പറഞ്ഞല്ലോ. എന്നാൽ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നീ എവിടെ നിന്ന് അവരോട് യാത്ര പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹുവേ, നിന്റെ വാഹനം കണ്ണിൽ നിന്ന് മറയുന്ന സമയം വരെ നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ എൻ്റെ കുട്ടിക്കൊരു കുഴപ്പമില്ലാതെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കണം
അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കരയുന്നതാരാ? നിങ്ങൾ വെറുക്കുന്ന, നിങ്ങളെപ്പോലെ സൗന്ദര്യമില്ലാത്ത, നിങ്ങളെപ്പോലെ ആനന്ദമില്ലാത്ത ശരീരം കുളിച്ചുക്ക് ചുളിഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ഉമ്മയാണെങ്കിലോ, ആ ഉമ്മക്കു മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. നമുക്കാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് അല്പമെങ്കിലും സ്നേഹമുണ്ടോ? അവർ പലവരിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ പൊട്ടിക്കരയുമ്പോ എൻ്റെ ഉമ്മക്ക് സുഖമാണോ, എൻ്റെ ബാപ്പക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന എത്ര മക്കളായി സദസ്സിലുള്ളത്. അല്ലാഹുവേ, നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ. താടി നരച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് ഉപ്പക്ക് ദുആ ചെയ്യാനും പള്ളിയിൽ പോയി മക്കൾക്ക് വേണ്ടി എത്രയോ ഉപ്പമാരറിയാ ഉസ്താദേ. വെള്ളിയാഴ്ച വന്നിട്ട് ഉസ്താദ് ആരൊക്കെ, എൻ്റെ മകൻ ഖത്തറിലാണ്, കുവൈറ്റിലാണ്. ആ പ്രിയപ്പെട്ട മകനൊന്ന് മടങ്ങി വരുമ്പോ ഭാര്യക്കും മക്കൾക്കൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു, വീതിച്ചു കൊടുത്തു. എന്നാൽ വിദേശത്തുനിന്ന് കടന്നു വരുന്ന നിങ്ങൾ ഒരുടുപ്പിൻ്റെ തുണിയെടുത്തിട്ട് എത്ര കുഞ്ഞുടുപ്പുകൾ മേടിച്ചു തന്ന ഉപ്പാക്ക്, ഉപ്പാ ഈ ഒരു ഉടുപ്പിൻ്റെ ബാപ്പക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഒരു മാല വേണ്ട, ഒരു ചെറിയൊരു സ്വർണത്തിൻ്റെ മോതിരമെങ്കിലും കൊണ്ടുവന്നിട്ട് ഉമ്മാ എൻ്റെ പൊന്നുമ്മക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷം അത് പടച്ചവൻക്ക് വല്ലാത്ത ഇഷ്ടമാ. അവരുടെ മനസ്സൊന്ന് വിങ്ങിപ്പൊട്ടിപ്പോയാൽ, എൻ്റെ ചെറുപ്പക്കാരാ, എവിടത്തേക്ക് നീ ചെന്നുകൊണ്ട് വലിയ കൊലകൊമ്പനായാലും അല്ലാഹുവേ നീ തകർന്നു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ. വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ ഒന്നും പറയല്ലേ. എന്തിനാണ് ഞാൻ വെച്ച ഈ വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് പണിയാണ് തള്ളേ നിങ്ങൾ ചെയ്തു പോയത് എന്ന് പറഞ്ഞിട്ട് പറയണ്ട. അവരുണ്ടാക്കിയ വീട്ടിൻ്റെ ഉള്ളിൽ മലമൂത്ര വിസർജനം ചെയ്തിട്ട് പോലും ഉമ്മാൻ്റെ കുട്ടി എന്താണ് ഈ ചെയ്തതെന്ന് പറഞ്ഞിട്ടും മലത്തിലും മൂത്രത്തിലും കുളിച്ച് കിടക്കുന്ന നിങ്ങളെ വാരിയെടുത്തുകൊണ്ട് ചുടുമുത്തം തന്ന ആ ഉമ്മ ഇന്ന് വീട്ടിൻ്റെ ഉള്ളിൽ പൊട്ടിക്കരഞ്ഞ ആ വീട് നരകത്തിന് തുല്യമാണ് ചെറുപ്പക്കാരാ.